സോ നമ്മുടെ ജിസേലിനെ മിക്കവാറും ബിഗ് ബോസ് അടിച്ച് പുറത്താക്കാനുള്ള സകല ചാൻസും കാണുന്നുണ്ട്. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ റൂൾ വൈലേഷൻ നല്ല രീതിയിൽ കാണിച്ചു വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിസേൽ. വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു സീസണിൽ എല്ലാവർക്കും അറിയാം, ആർക്കും തന്നെ ഡ്രസ്സും ഒന്നും കൊടുത്തിട്ടില്ല, മേക്കപ്പ് ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യം വന്ന ആ ഒരു ബാഡ്ജ് കിട്ടിയവർക്ക് മാത്രമേ ഈ സംഭവങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പണിപ്പുര ടാസ്കിൽ വിൻ ചെയ്ത് എത്ര പോയിന്റ്സ് കിട്ടുന്നു, അതിലെടുക്കാൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് മാത്രമേ ഓരോ കണ്ടസ്റ്റൻസിനും ലഭിക്കുകയുള്ളൂ. ബാക്കി ബിഗ് ബോസ് കൊടുക്കുന്ന യൂണിഫോം ഡ്രസ്സ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അത് ഇട്ടുകൊണ്ട് നടക്കാം. എന്നാൽ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പല കണ്ടസ്റ്റൻസും പല കാര്യങ്ങളും ഒളിച്ചു വെച്ച്, മെയിൻലി ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് അവരുടെ മേക്കപ്പ് ഐറ്റംസും ഡ്രസ് മെറ്റീരിയൽസും ഒക്കെ ഒളിപ്പിച്ചും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒടുവിൽ ബിഗ് ബോസ് തന്നെ ഇടപെട്ട് വലിയൊരു പ്രശ്നമാക്കി താൽക്കാലികമായി ബിഗ് ബോസ് നിർത്തിവെക്കാൻ പോകുകയാണ്, നിങ്ങൾ റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ബിഗ് ബോസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഒരു നമ്മുടെ ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി ബിഗ് ബോസ് ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിന്റെ പരിണിത ഫലമായിട്ട് എല്ലാവരും പറഞ്ഞു ഇനി അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകത്തില്ല, എല്ലാവരും എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്ത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്നൊക്കെ ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ച ഫസ്റ്റ് ഡേ തന്നെ ഈ ഒരു സീസൺ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ആ സമയത്താണ് ജിസേൽ വീണ്ടും ഇതേ തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മേക്കപ്പ് ഐറ്റംസ്, പെർഫ്യൂംസ്, ബോഡി ലോഷൻസ്, അതുപോലെ പല സാധനങ്ങളും ഡ്രസ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് പിടിച്ചു, അതിനുവേണ്ടി അനുമോളും അതുപോലെ തന്നെ ജിസേലും തമ്മിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി, എന്നിട്ട് അതും തിരിച്ചു കൊടുത്തു. ഇന്നലെ രാത്രിയിൽ എപ്പിസോഡൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും, ഓൾറെഡി നമ്മുടെ ആ ഒരു കഥ പറയുന്ന ടാസ്കിൽ എല്ലാവരും ആ ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുമ്പോൾ ബിഗ് ബോസിന്റെ ടീം ഉള്ളിൽ വന്നിട്ട്, റൂമിനുള്ളിൽ വന്നിട്ട് ജിസേലിന്റെ ഡ്രോയറും കാര്യങ്ങളും തുറന്ന് പെർഫ്യൂമും ബോഡി ലോഷനും മേക്കപ്പ് ഐറ്റംസും ഡ്രസ്സും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. സോ ബിഗ് ബോസ് അവിടെ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് ജിസേലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഇത് ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താക്കുക എന്നത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. എന്തായാലും ഈ ഒരു ആഴ്ച വീക്കെൻഡിൽ ലാലേട്ടന് വരുമ്പം ഏറെ കയറാനുള്ള സകല വഴികളും ജിസേൽ തുറന്നിട്ടിരിക്കുന്നുണ്ട്. കാരണം ലാലേട്ടൻ തന്നെ എടുത്ത് തൂക്കി വെളിയിൽ കളഞ്ഞാൽ പോലും ഒരു അതിശയവുമില്ല. കാരണം ബിഗ് ബോസിന്റെ റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള നടപടികൾ എടുക്കാം, അതിലൊന്നും ആർക്കും ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി റൂൾസുകൾ വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോർണിംഗ് ലൈവ് സെക്ഷനിലും ഇത് തന്നെയാണ്, ജിസേൽ ആണെന്നുണ്ടെങ്കിൽ അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ഇട്ട് ആണ് വന്ന് കിച്ചണിൽ നിൽക്കുന്നത്. ഇത് അനുമോളും ആദിലയും കണ്ടുപിടിക്കുകയും ചെയ്തു. ഷാനവാസ്, ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അവർ മേക്കപ്പ് ഐറ്റംസും ഡ്രസ്സും ഒക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻസും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും ജിസേലിന് പുറത്തേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു വരും. കാരണം മറ്റു കണ്ടസ്റ്റൻസ് പ്രശ്നമാകും. കാരണം എല്ലാവരും കഷ്ടപ്പെട്ടും അല്ലെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഒന്നും ഇടാതെയും ഡ്രസ് മെറ്റീരിയലിനും ഒക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് അതിനുള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ മാത്രം ഒളിപ്പിച്ചു വെച്ചും എല്ലാം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രശ്നമാകുമല്ലോ. അതുപോലെ തന്നെ ബിഗ് ബോസ് ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, പ്രേക്ഷകരും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവരെല്ലാം ക്യാമറ നിരീക്ഷണത്തിൽ തന്നെയാണ്. സോ നമ്മളൊക്കെ ഇത് കാണുന്നുണ്ട്. ജിസേൽ ശരിയാണ്, നല്ലൊരു മികച്ച കണ്ടസ്റ്റന്റ് ആണ്, മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ സാധിച്ച ഒരു ഗെയിമർ കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7. അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുകയില്ല. എനിവേസ് നമുക്ക് നോക്കാം ബിഗ് ബോസ് എന്താണ് അതിനൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. മറ്റു കണ്ടസ്റ്റൻസ് ഒക്കെ ഇതിനെതിരെ ശബ്ദം ഉയർത്തുമോ അല്ലെങ്കിൽ ഇത് ഒരു കംപ്ലൈന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ? എന്തായാലും വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. ജിസേൽ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ, ജിസേലിനെതിരെ ആക്ഷൻ എടുക്കണ്ടേ എന്നൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കുക. അപ്പൊ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.